മനുഷ്യ സൃഷ്ടികളുടെ കഴിവിന് മനുഷ്യ കഴിവ് അത് പഴയ തൗഹീദാണ്. ഇപ്പൊ തൗഹീദ് മാറ്റിയതാണ് സൃഷ്ടികളുടെ കഴിവ്. പക്ഷെ അത് തൊള്ളക്കേട് പാകപ്പെട്ടു വന്നിട്ടില്ല. 10-20 കൊല്ലമായിട്ട് ഇയാളെ ജീവിതകാലത്ത് തന്നെ ഇയാൾ പറയാൻ തുടങ്ങിയ എന്താ മനുഷ്യ കഴിവിന് അതീതം, മനുഷ്യ കഴിവിന് അതീതം എന്നല്ലേ. തൗഹീദ് മാറ്റിയിട്ട് സൃഷ്ടി കഴിവ് എന്ന് പറയുമ്പോഴും തൊള്ളയിൽ വരുന്നത് എന്തെന്നെ മനുഷ്യ. പിന്നെ ഒരാൾ കൊഞ്ഞപ്പടുള്ള ആളുകൾ വിക്കുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ സൃഷ്ടി കഴിവിന് അതീതം. കേട്ടോളൂ ഒന്നുകൂടി. മനുഷ്യ സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം അതാ തൗഹീദ് മാറുകണത്. എന്നിട്ട് പറയട്ടെ, പ്രാർത്ഥന എന്ന് പറയാതെ കണ്ടോ, സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ളത് തേടുമ്പോഴാണ് പ്രാർത്ഥന എന്ന് പറയുക. തൗഹീദ് മാറി. എന്താ ഈ തൗഹീദ് മാറ്റാനുള്ള ന്യായം? നമ്മുടെ ഉലമാക്കൾ അന്ന് പറഞ്ഞിരുന്ന ന്യായം ഇപ്പൊ സക്കരിയ സലാഹിയും കൂട്ടരും ഇപ്പോഴല്ല 2007 അവര് പറയുന്നു. എന്താ? ഞാൻ പറയുന്നില്ല, അയാളെ കൊണ്ട് തന്നെ പറയുന്നേരാ. ഈ തൗഹീദ് പൊളിയുന്ന തൗഹീദാണ് എന്തുകൊണ്ടാ പറയുന്നത്? സക്കരിയ വിശദീകരിക്കുന്നത് കേട്ടോളൂ. എന്നാൽ ഈ സുല്ലമി പറയുന്നു മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാലും ശിർക്കാണ്. അപ്പോ നമുക്ക് വലിയൊരു മരം വലിക്കണം, മനുഷ്യന്മാരെ കൊണ്ട് വലിച്ചാക്കാവൂല. അപ്പൊ നമ്മളൊരു ആനയെ കൊണ്ടുവന്നു. അതോടുകൂടി സുല്ലമിന്റെ കണക്കനുസരിച്ച് ശിർക്കായി. കാരണം മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ആനയോട് സഹായം തേടിയില്ലേ? അതുപോലെ തന്നെ ഒരു കളവ് തെളിയിക്കാൻ എല്ലാ നിലക്ക് ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അപ്പോ CIയും SIയും ഒക്കെ കൂടി ഒരു പോലീസ് നായയെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ പോലീസ് നായയുടെ സഹായം തേടി മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യത്തിൽ അപ്പൊ ശിർക്കായി. ഉളുപ്പുണ്ടോ മടവൂരികളെ നിങ്ങൾക്ക്? ഉളുപ്പുണ്ടോ? അപ്പൊ ഈ ഉളുപ്പ് ആദ്യം വേണ്ടതായിരിക്കാം മൂപ്പർക്കല്ലേ. കാരണം മൂപ്പരല്ലേ ഈ തൗഹീദ് പഠിപ്പിച്ചത്. അന്നെന്താ പറഞ്ഞത്? മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ. ഉറക്കത്ത് ചോദിച്ചാലും പറയും മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ. ഇപ്പൊ പറയാ ഉളുപ്പുണ്ടോ? നോക്ക് നിങ്ങൾ, ഇതാണ് വല്ലാത്തൊരു തൊലിക്കട്ടിയാണ് മുജാഹിദിന്റെ ഈ നാക്കിനൊക്കെ. ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് എന്താ? പഴയകാല തൗഹീദിൽ നിന്ന് മുജാഹിദ് 2007 പുതിയ തൗഹീദ് ഉണ്ടാവുകയാണ്. അപ്പൊ തൗഹീദ് മാറ്റിയപ്പോ നേരത്തെ ശിർക്കായിരുന്ന പല കാര്യങ്ങളും തൗഹീദാകുന്നു. നേരത്തെ ശിർക്കായ ഒരു കാര്യമാണ് സിഹ്ർ ഫലിക്കും എന്ന വിശ്വാസം, അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഈ പുസ്തകത്തിൽ കേന്ദ്രം പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഇതിൽ പറഞ്ഞിരുന്നു സിഹ്ർ ഫലിക്കും എന്ന വിശ്വാസം തൗഹീദിന് വിരുദ്ധമാണ്, ശിർക്കാണ്. പഴയ തൗഹീദ് അങ്ങനെയാണ്. ആദ്യം നിങ്ങൾ പഴയ തൗഹീദ് കേട്ടോളൂ, പിന്നെ ഞാൻ പുതിയ തൗഹീദ് വെച്ച് തരാം. അപ്പൊ മാരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്ക് ഉണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലേ എന്ന് ചർച്ചകൾ എന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂല എന്നല്ലേ നമ്മളെ വിശ്വാസം. അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. ഫലിക്കൂലെന്നല്ലേ നമ്മളെ വിശ്വാസം, അതനുസരിച്ച് നിന്നാ മതി. പഴയ തൗഹീദാണിത്. 2007 മുമ്പുള്ള തൗഹീദാണ്. അന്ന് സിഹർ ഫലിക്കൂലാന്നാ മുജാഹിദ് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. എന്നാലോ 2007 ശേഷം മുജാഹിദുകൾ തൗഹീദ് മാറ്റിയിട്ട് പറഞ്ഞു സിഹർ ഫലിക്കും എന്നല്ല മൂപ്പര് പറയാ. അപ്പോൾ ഇക്കാലം എത്രയും മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ളത് സിഹർ ഫലിക്കുമെന്നാണ്. നോക്കണങ്ങൾ, ഇക്കാലം എത്രയും പറഞ്ഞത് അങ്ങനെയാണ് എന്ന് അയാള് പറയുന്നത്. അപ്പൊ സിഹർ ഫലിക്കുമെന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനം മുമ്പ് മുതൽക്കേ പറഞ്ഞു പോയിട്ടുള്ളത്. അതിനെതിരായിട്ട് ഈ സുല്ലം ഇപ്പൊ കുറെ ദുർവ്യാഖ്യാനങ്ങളും യുക്തിവാദങ്ങളും കൊണ്ടുവരികയാണ്. കണ്ടോ, കുറെ ഇതുവരെയും മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് സിഹർ ഫലിക്കുമെന്നാണ്. ഇതേ നാവ് കൊണ്ട് ഇയാള് പറഞ്ഞ എന്താ? ഫലിക്കൂല. തൗഹീദ് മാറിയാണ്. തൗഹീദ് മാറിയ പോരാ, ഇത് മാറ്റി പറയുമ്പോ കളവ് പറയാനുള്ള തൊലിക്കട്ടിയും കൂടി വേണം. ഇവരുടെയൊക്കെ തൊലിക്കട്ടിന്റെ ശക്തി എത്രയായിരിക്കും എന്നറിയോ? 1 ഇഞ്ച് വലിപ്പുള്ള നമ്മൾ ഒരു ആണി അടിച്ച്, 1 ഇഞ്ചല്ല, ഒരു ചാണ്ട് വലിപ്പുള്ള ഒരു ആണി ഇവരുടെ ശരീരത്തിൽ കാലിനടിച്ചാലും അല്ലെങ്കിൽ കയ്യിനടിച്ചാലും പടച്ചോനെ ഓല തൊലി കഴിഞ്ഞിട്ട് മാംസത്തിലേക്ക് ഇറച്ചിയിലേക്ക് എത്തൂല. കാരണം അത്ര കട്ടിയാ. ഇങ്ങനെയൊക്കെ പറയാൻ ഇത് ചില്ലറ തൊലിക്കട്ടി പോരാ. അപ്പോ തൗഹീദ്, നിങ്ങളും ഇത് പണ്ട് തൗഹീദ് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിരുന്നല്ലോ, സിഹർ ഫലിക്കൂലെന്നല്ലേ നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നത് എന്ന് ആരോ ചോദിച്ചു. അപ്പൊ മൂപ്പര് പറയാ അത് ശരിയല്ല, അതിന്റെ സലാസുല്ലമി പഠിപ്പിച്ചതാണ്. ആ തൗഹീദ് നിന്ന് മൂപ്പര് മാറുകയാണ്. കേട്ടോ നിങ്ങൾ. പിന്നെ സുഹൃത്തുക്കളെ, നമ്മളും ഒക്കെ മുമ്പ് പറഞ്ഞു ഈ സലാസുല്ലമി ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ? മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹു മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സിഹർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ, അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. മൂപ്പര തൗഹീദ് മാറ്റിയാണ്. കേൾക്കണങ്ങള്, 10-25 കൊല്ലം ഇയാളെന്നെ പ്രസംഗിച്ച് നടന്ന തൗഹീദായി മാറ്റുന്നത്. എന്നിട്ട് മൂപ്പര് ദ്വാരക്കണം എന്താ? എനിക്ക് അള്ളാഹു പുറത്തു തരട്ടെ. അപ്പോഴും ആ തൗഹീദ്, പ്രാചീന തൗഹീദ്
75 കൊല്ലക്കാലം മുജാഹിദ് പഠിപ്പിച്ച തൗഹീദ് സിഹർ ഫലിക്കൂല, സിഹർ ഫലിക്കുന്ന് വിശ്വസിച്ച ഖദാ ഖദറിനെതിരാണ് എന്ന് പറഞ്ഞ തൗഹീദ് അനുസരിച്ച് ജീവിച്ചു മരിച്ചുപോയ പ്രാചീന നേതാക്കളില്ലേ, മുജാഹിദിന്റെ അനുയായികളില്ലേ, അവർക്കൊന്നും തൗഹീദില്ല, അവരൊക്കെ ശിർക്കിലാണ് എന്നല്ലേ വരിക. എന്നിട്ട് മൂപ്പര് ദ്വാരക്കണതായിരിക്കാം, മൂപ്പര കാര്യം സലാം, എനിക്ക് അള്ളാഹു പുറത്തിരട്ടെ. അപ്പൊ ഈ തൗഹീദില്ലാതെ ജീവിച്ചു പോയാലോ ഒരു നരകക്കുണ്ടിലവിടെ കിടക്കട്ടെ, ഇന്റെ കാര്യം അള്ളാഹു സലാമത്താക്കട്ടെ. നോക്ക് നിങ്ങൾ, കഴിഞ്ഞില്ല. അയാൾ എന്ന് പറയുന്നു ഈ തൗഹീദ് പൊട്ടത്തരാകുന്നു, പഴയ തൗഹീദ് പൊട്ടത്തരാണ്. കേട്ടോളൂ അയാളെന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ 2 ഓഡിയോ CD വെക്കുന്നുണ്ട്, ഓഡിയോ കാസ്റ്റോള് CD കിട്ടിയിട്ടില്ല. ഒന്ന് 98 ഞാൻ പ്രസംഗിച്ചതാണ്. ഈ സുല്ലമിയുടെ ശിഷ്യനായി വളർന്നു വന്ന ഞാൻ അദ്ദേഹത്തിന്റെ സ്വാധീനത്താൽ ഉണ്ടായ ചില ആശയങ്ങൾ, സിഹർ ഫലിക്കൂല, സിഹർ ഫലിക്കുന്നു വിചാരിച്ച ഖദാ ഖദറിനെതിരാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പൊട്ടത്തരം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പൊട്ടത്തരം ആ തൗഹീദ് പൊട്ടത്തരാണ്. പൊട്ടത്തരം, മണ്ടത്തരം, വിഡ്ഢിത്തരം, ഇങ്ങനെ ജാതി തൗഹീദായി ഇവരുടെ തൗഹീദ്. 2007 മുജാഹിദുകൾ പഴയ തൗഹീദ് മാറ്റി പഴയ തൗഹീദ് പൊട്ടത്തരമാണെന്നും വിഡ്ഢിത്തരമാണെന്നും തുറന്നു പറയുന്നു. നോക്കണം നിങ്ങൾ. അപ്പോ സിഹർ ഫലിക്കുമോ ഇല്ലയോ? പഴയ കാലത്ത് ശിർക്കാണ്, 2007 കൂടി അത് തൗഹീദായി.